കാരണം ഞാൻ പൊരുതി നേടിയതാണ് ഈ ഒരു കപ്പ് എന്ന് പറയുന്നത്. അത് ടയേർഡാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഉറങ്ങിയിട്ടില്ല ഇന്നലത്തെ നമ്മുടെ ഗ്രാൻഡ് ഫിനാലെ കഴിഞ്ഞിട്ട് ഞാൻ ഇതുവരെ ഉറങ്ങിയിട്ടില്ല കേട്ടോ. കാരണം ഡ്രസ്സെല്ലാം പാക്ക് ചെയ്ത് 100 ദിവസമുള്ള ഡ്രസ്സെല്ലാം ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ച് റിട്ടേൺ അയക്കണമായിരുന്നു. അപ്പൊ ഞാൻ ഇരുന്ന് ഉറങ്ങിയിട്ടില്ല, ഒരുപാട് കണ്ണടച്ചിട്ട് കൂടിയില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും പേര് ഇത്രയും ദൂരെ നിന്നൊക്കെ വന്നതുകൊണ്ട്. ഒരുപാട് എനിക്കറിയാം കൊച്ചിയിൽ നിന്നും പല ജില്ലകളിൽ നിന്നൊക്കെ വരുന്നവരാണ്. പിന്നെ എൻ്റെ കൂടെ തന്നെ എൻ്റെ ഫ്ലൈറ്റിൽ തന്നെ ഉണ്ടായിരുന്നു ഒത്തിരി പേര്, ഒരു 5 പേര്. അവിടെ തന്നെ ഒരു 5 ദിവസം അവിടെ സ്റ്റേ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അവിടെ ബുദ്ധിമുട്ട് എനിക്ക് നന്നായിട്ട് മനസ്സിലാവും. നന്നായിട്ട് സപ്പോർട്ട് നിങ്ങൾ എല്ലാവരും. കാരണം ഇവിടെയുള്ള മിക്ക മീഡിയസിനെ എനിക്ക് നന്നായിട്ട് നിങ്ങളെ അറിയാം. പല പ്രോഗ്രാമിലും ഇനാഗുറേഷനൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പരിചയമുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു സ്പേസ് തരുന്നത് തന്നെ. എന്തായാലും നിങ്ങളായിട്ട് എനിക്ക് തന്നതാണ് ഈ ഒരു ഈ ഒരു കപ്പ്. അതുപോലെ ഞാൻ പറയണ്ടേ, ഒരുപാട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്തതാണ്. നിങ്ങൾ എപ്പിസോഡ് കണ്ടിട്ടുണ്ടോ ഇല്ലെന്നുള്ള എനിക്ക് അറിയില്ല. 1 മണിക്കൂർ 1.5 മണിക്കൂർ എപ്പിസോഡ് കണ്ടാൽ ഒന്നും മനസ്സിലാവില്ല. ശരിക്കും ഞാൻ പുറത്തിറങ്ങിയപ്പോഴാണ് മനസ്സിലാക്കുന്നത് 1.5 മണിക്കൂറുള്ള ഈ 24 ഇത് എപ്പിസോഡ് ലൈവ് കണ്ടാൽ മാത്രമേ അത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എന്ന കാര്യം ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. കാര്യം നമ്മൾ 1.5 അവർ എഡിറ്റ് ചെയ്താ വരുന്നത്. ആ ഒരു 24 മണിക്കൂറിലെ ഒരു ഷോയുടെ 1.5 അവർ എഡിറ്റ്. അപ്പൊ അത് കാണുമ്പോൾ ആളുകൾ പറയും അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയും. ഇത് നമ്മൾ ഒരു ഫുൾ 24 hours അനു എന്താ ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു. എയർപോർട്ടിൽ വന്നത് ഫുള്ളും 24 മണിക്കൂർ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരാണെന്ന് തോന്നുന്നു. അവിടെ സംസാരം കേട്ടപ്പോഴും ഒത്തിരി പേര് പറഞ്ഞു കാണുന്നുണ്ടെന്ന്. ഒരുപാട് സന്തോഷം. ഒരുപാട് സന്തോഷം. ഇത് പറയണ്ടേ, ഓരോ ആഗ്രഹങ്ങള് മനസ്സിലാക്കിയ ഒരു കാര്യം, കൊച്ചിയില് എന്റെ വീട് കൊച്ചിയാണ്. അപ്പൊ കൊച്ചിയിൽ ഒരുപാട് ആളുകൾ സ്നേഹിക്കുന്നുണ്ട്. എന്റെ അടുത്ത് കൊച്ചി, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലയിലുള്ള ഒരുപാട് അമ്മമാർ എനിക്ക് വോയിസ് അയച്ചു. ഞാൻ എന്റെ ചേച്ചിക്കും എനിക്കും ഞാൻ അയച്ചു തന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഫോൺ കൈ കിട്ടിയപ്പോ ഇൻസ്റ്റാഗ്രാം തോന്നപ്പോ എനിക്ക് എല്ലാരും പറഞ്ഞു നെഗൊക്കെ കാണും, നോക്കണ്ട. അല്ല ഞാൻ പറയുന്നത് മൈൻഡ് ചെയ്യണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്കതൊരു പ്രശ്നമല്ല. കാരണം എല്ലാവരുടെ ലൈഫിലും കാണും പോസിറ്റീവും നെഗറ്റീവും ഒക്കെ. അതുകൊണ്ട് നോക്കിയപ്പോ ഫുള്ളും എനിക്കറിയില്ല, എനിക്ക് വന്നത് ഫുള്ളും അമ്മമാരുടെയും കുഞ്ഞുങ്ങളുടെയും ചേട്ടന്മാരുടെയും ചേച്ചിമാരുടെയും ഒക്കെ അവർ ആ ലൈവായിട്ട് കാണുന്ന ആ ഒരു മോഡാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും എനിക്ക് അത് കണ്ടുകൊണ്ടിരിക്കുന്നതോടും എല്ലാം അതായിരുന്നു, ഒരു പോസിറ്റീവായിരുന്നു. 57% വിജയം, അതായത് അത്രയും വോട്ട് കിട്ടി ജയിച്ച ആദ്യത്തെ ലേഡി വിന്നറാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്താ പറയേണ്ടത്, നിങ്ങളെല്ലാവരും സ്നേഹിക്കുന്നില്ലേ? പിന്നെ അപ്പം അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നവരെ സ്നേഹിക്കുന്നുണ്ട്. അതെ. നമ്മുടെ ഒരു ഇപ്പൊ നിങ്ങളിപ്പോ ഇനാഗുറേഷനും ഇപ്പൊ ഈ പറഞ്ഞ ഞാൻ ചെയ്തിട്ടുള്ള സ്റ്റാർ മാജിക് എന്നുള്ള പ്രോഗ്രാമിലൊക്കെയാണ് നിങ്ങൾ എന്നെ കണ്ടിട്ടുള്ളത്. അപ്പം ഞാൻ ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോയിൽ എന്നെ വിളിച്ച സമയത്ത് എല്ലാ സീസണിലും വിളിക്കാറുണ്ട്, വരാൻ താല്പര്യമുണ്ടോ ചോദിക്കാറുണ്ട്. അപ്പം ഇഷ്ടമാണ് പോകാൻ. ഇപ്പൊ ഒരു പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്കത് എഗ്രിമെന്റ് ഉള്ളതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റത്തില്ല. പക്ഷെ ഈ ഒരു പ്രാവശ്യം ഞാൻ സുരഭി സുഹാസിനി കഴിഞ്ഞ ഒരു ബ്രേക്ക് എടുത്തിട്ടാണ് സൂസു കഴിഞ്ഞിട്ടൊരു ബ്രേക്ക് എടുത്ത ടൈമിലാണ് സിനിമ ചെയ്യാനായിരുന്നു ഇഷ്ടം. അപ്പൊ ആ ടൈമിലാണ് എന്നെ ബിഗ് ബോസിന് വിളിക്കുന്നത്. എന്നാലും ഞാൻ ബിഗ് ബോസിന് പറ്റിയൊരു മെറ്റീരിയൽ അല്ലാതെ എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. പെട്ടെന്ന് കരയുന്ന ഒരാളാണ്. അതുകൊണ്ട് അതിന് പറ്റിയ ഒരാളല്ലെന്ന് എനിക്ക് മനസ്സിലായി. അതെ, ഞാൻ ശരിക്കും ഞാൻ ബിഗ് ബോസ് ഞാൻ ദിൽഷയുടെ എൻട്രി കണ്ടായിരുന്നു എയർപോർട്ടിൽ. ഞാൻ കണ്ട ലേഡി ഒരു വിന്നറായ നീയില്ലേ എയർപോർട്ടിൽ എൻട്രി. ഞാൻ അവിടെ നിന്ന് ആസ്വദിക്കായിരുന്നു ആ ഒരു മൂവ്മെന്റ്. ആസ്വദിക്കാൻ പറ്റി, നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല. ആ ഒരു മൂവ്മെന്റ് ഉണ്ടല്ലോ, ഇവളുടെ ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് ഞാൻ ഇന്ന് ആസ്വദിച്ച ഒരാളാണ്. ഇവള് ഇത് പ്രതീക്ഷിച്ചില്ല, ആള് വേണ്ട എന്ന് പറഞ്ഞു വന്ന. ഞാൻ ശരിക്കും ഞാൻ ബിഗ് ബോസ് ഹൗസിനകത്ത് പ്ലാൻ ചെയ്തതാണ്. എല്ലാവരും പോയതിനു ശേഷം ഞാൻ ഒന്നെങ്കിൽ ട്രെയിനിലോ അല്ലെങ്കിൽ ഫ്ലൈറ്റിലോ 2-3 ദിവസം അവിടെ സ്റ്റേ ചെയ്ത ശേഷം വരാന്നുള്ള രീതിയിൽ ആ രീതിയിലായിരുന്നു പ്ലാൻ ചെയ്തത്. എന്റെ ഫ്ലൈറ്റ് ശരിക്കും കുറച്ച് ലേറ്റ് ആയിട്ടായിരുന്നു. ഞാനായിട്ട് മാറ്റിയതായിരുന്നു. എന്തായാലും അപ്പൊ ഈ നമ്മൾ അനുമോൾക്ക് സപ്പോർട്ട് ചെയ്യുന്നവർക്കും പോലും ഇപ്പൊ സൈബർ അറ്റാക്ക്, ഇപ്പൊ എക്സാമ്പിൾ ആയിരുന്നു. ഇയാള് ആഴ്ച വന്നിട്ട് സൈബർ അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളായിരുന്നു. അപ്പൊ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് അനുമോളൊക്കെ. 25 പേരുണ്ടെങ്കിൽ അവരെല്ലാരും സ്നേഹിക്കുന്നവരുണ്ട്. ആണോ? പറയുന്നവര് പറഞ്ഞോട്ടെ എന്നതാണ്, മൈൻഡ് ചെയ്യാൻ പോകണ്ട. അതാണ് ഞാൻ എപ്പോഴും ഇപ്പം ഇത് എനിക്ക് കിട്ടിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഞാൻ പൊരുതി നേടിയതാണ് ഈ ഒരു കപ്പ് എന്ന് പറയുന്നത്. അതിപ്പം
24 മണിക്കൂറും ഈ ഒരു ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ചിലപ്പോൾ മനസ്സിലാവും. അതുകൊണ്ടാണ് അതിൽ നിന്നാണ് എനിക്ക് എയർപോർട്ടിൽ വന്ന പ്രേക്ഷകർ, അതായത് ഇതിൻ്റെ ഓഡിയൻസ് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെ അത്രമേൽ മനസ്സിലാക്കി സ്നേഹിക്കുന്നവരാണെന്നുള്ളത്. അങ്ങനെയാണ് ഞാൻ കാണുന്നത്. ഇനിയിപ്പോൾ ഒരു സൈഡിൽ കൂടെ ഇനിയിപ്പോൾ എന്ത് പറഞ്ഞാലും PR-ന് ഞാൻ 15 ലക്ഷം 16 ലക്ഷം ഒക്കെ വാരി കൊടുത്തു എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ബിഗ് ബോസിലോട്ട് പോകേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരു മനുഷ്യനാണ്. പോകുന്നതിന് മുന്നേ വരെ ഈ മനുഷ്യൻ്റെ അടുത്ത് ഞാൻ കാശ് കടം ചോദിച്ചിട്ടാണ് ഞാൻ പോയത്. അങ്ങനെയാണ്. അപ്പം ഞാൻ കഴിയില്ല, സ്ട്രോങ് ആണ്. അപ്പോൾ എൻ്റെ സ്വന്തം ബ്രദറാണ്, എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരു ആളാണ്. അനുമോളുടെ ഗെയിം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഒരാഴ്ചയിലും നല്ല സുഹൃത്ത് ബന്ധങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഈ സുഹൃത്തുക്കൾ തന്നെ അനുമോളിനെ പിന്നിൽ നിന്ന് കുത്തിയിട്ടുണ്ട്. അത് ഗെയിമിന്റെ ഒരു ഭാഗമായിരുന്നു. ഞാൻ അത് വേണ്ട, കാരണം ഞാൻ കളഞ്ഞു, അതൊക്കെ ഞാൻ കളഞ്ഞു. കാരണം ഞാനോ എനിക്ക് അതും അറിയില്ല. അതും എല്ലാരും ഗെയിം കളിക്കാൻ വേണ്ടി വരുന്നവരല്ലേ? അല്ലേ? നിങ്ങളൊക്കെ എപ്പിസോഡ് കാണുന്നവരാണോ? അപ്പൊ നിങ്ങൾക്ക് എന്താ തോന്നിയത്? ഗെയിമായിട്ട് തോന്നുന്നവരുണ്ടാവും, ചിലപ്പോൾ ജെന്യൂനായിട്ട് നിൽക്കുന്നവർ തോന്നും. എനിക്ക് അതിൽ പിന്നീട് പുറത്തുനിന്നവര് പറഞ്ഞ അനിമോള് ഓരോന്ന് കാണിച്ചിട്ടാണ് അനീഷ് ആ ഒരു ഇതിലോട്ട് അതാണ് പറയുന്നത്. പുറത്തുനിന്ന് വന്നവർക്ക് പലതും തോന്നുമായിരിക്കും. അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. എന്നെ വേദനിപ്പിക്കാനും അല്ലെങ്കിൽ എന്നെ സന്തോഷിപ്പിക്കാനും വേണ്ടിയിട്ടൊക്കെ പലതും ചെയ്യും. ഞാൻ എനിക്ക് എന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഫൈനൽ 5-ൽ വരാ, അല്ലെങ്കിൽ എല്ലാരോടും ഒരുപാട് ഒത്തിരി സ്നേഹവും ഇവിടെ വന്നതിന് ശേഷം അറിയുന്ന പ്ലാച്ചി ഭയങ്കര എന്നെക്കാളും ലൈഫിൽ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വരുന്ന ഒരു സക്സസ് ആവുന്ന പറയുന്നത് വെറുതെ അല്ല. അല്ല, ഒരിക്കലും അല്ല. നമ്മൾ കഷ്ടപ്പെട്ടാലേ അതിന്റെ ഒരു ബലം നമുക്ക് എപ്പോഴായാലും കിട്ടുള്ളൂ. നല്ലത് ചെയ്താൽ നല്ലത് കിട്ടും എന്നാണ് പറയുന്നതല്ല, അതാണ് സത്യം. നമ്മളെല്ലാരും നല്ലത് ചെയ്യുക, നല്ലത് കിട്ടും. ഒരാളെ വിഷമിപ്പിക്കാനോ അല്ലെങ്കിൽ ഒത്തിരി നന്ദി, സ്നേഹമാണ്. നിങ്ങളെല്ലാരും ആണ് എന്നെ ഞാനാക്കി. ഓക്കെ, ശുഭരാത്രി, ശുഭനിദ്ര. ഓക്കെ, ബൈ 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 ബൈ. ഷിയാസ്ക്കാണ് രക്ഷയില്ലാത്ത. 1-ാം ദിവസം മുതൽ ജിമ്മാണ്. ആ ഇന്നൊരു തെരു പറഞ്ഞു. അത് വാപ്പാക്ക് വിളിച്ചപ്പോ അല്ല, ഞാൻ ഇൻബോക്സിൽ പോയിട്ട് ഉമ്മാക്ക് വിളിച്ചു. പാപ്പാക്ക് വിളിച്ചു, എന്റെ ഉമ്മാക്ക് അല്ല പിന്നെ തല പെരിച്ചു ചങ്ങായി. അടുത്ത എന്തെങ്കിലും സബ്ജക്ട് നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിൽ വരുമ്പോ അവർ അതിന്റെ പുറകെ പോകോളും. നിങ്ങളാണെങ്കിൽ അങ്ങനെയല്ലേ, പുതിയത് എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോ അതിന്റെ പുറകെ പോലെ. അതുകൊണ്ട് നമ്മൾ കണ്ടില്ല കേട്ടില്ലെന്ന് നടിക്കുക. നമ്മൾ ജയിച്ചത് 57% ജയമാണ്, ബാക്കി 41% നമ്മൾ ഇഷ്ടമില്ലാത്ത ആൾക്കാരാണ്. അവർ നമ്മളെ പറ്റി പറയും. എനിക്ക് പ്രശ്നമില്ല, കാരണം എനിക്ക് ഓൾറെഡി ഈ ഒരു ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ വന്നിട്ട് 11-12 വർഷമായി. ആ 12 വർഷമായിട്ട് എന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന പ്രേക്ഷകരുണ്ട്, ഒരുപാട് മലയാളി പ്രേക്ഷകരുണ്ട്. അപ്പോ ഈ ഒരു 3 മാസം എന്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കാൻ എന്താ പറയണ്ടേ, എനിക്ക് നല്ല വിശ്വാസമാണ് അവർ എന്റെ കൂടെ 3 മാസം സപ്പോർട്ട് ചെയ്ത് നിൽക്കും എന്നുള്ളത്. ആ ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് ഞാൻ ബിഗ് ബോസിലോട്ട് പോയത്. അപ്പം എനിക്ക് എന്തായാലും ഞാൻ നന്നായിട്ട് ഗെയിം കളിച്ചതുകൊണ്ട് എനിക്ക് പിൻ ചെയ്യാൻ പറ്റി, അല്ലേ? ഒരു സെൽഫി എടുക്കും. ഈ അകത്തുണ്ടായ കൂട്ടുകെട്ടൊക്കെ ഇനി പുറത്ത് തുടരാൻ താല്പര്യമുണ്ട്? അതാരാ ചോദിച്ചേ? അനുസരിച്ച് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അകത്തുണ്ടായിരുന്ന കൂട്ടുകെട്ടൊക്കെ പുറത്ത് തുടരാൻ താല്പര്യമുണ്ടോ? എനിക്ക് ആരോടും ഒരു ദേഷ്യമില്ല. ഞാൻ ആ ഡോറിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ഞാൻ എല്ലാം ഉപേക്ഷിച്ചതാണ്.
ഗെയിമിന്റെ ഭാഗമായിട്ടാണ് ഞാൻ എല്ലാം എടുക്കുന്നത്. പിന്നെ ഇനിയിപ്പം നമുക്ക് അതല്ലല്ലോ, അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് നമുക്ക് ലൈഫ് ഉണ്ട്, അതിനെപ്പറ്റി നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടതാണ്. അതെ, ബിഗ് ബോസ് അല്ല നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതൊരു ഷോയിൽ പോയി ഷോ കഴിഞ്ഞ പിന്നെ നമുക്ക് അതില്ല, നമ്മളത് മറന്നു. പിന്നെ നമുക്ക് മിസ് ചെയ്യും, വീട് മിസ് ചെയ്യും, ബിഗ് ബോസിനെ മിസ് ചെയ്യും, ആ ഒരു മൊമെന്റൊക്കെ മിസ് ചെയ്യും. പക്ഷെ അവിടുത്തെ എല്ലാം ഞാൻ മായ്ച്ചോളാം. അപ്പൊ അടുത്ത സീസൺ തുടങ്ങുമ്പോൾ നിങ്ങൾ അതിന്റെ പുറകെ പോകും, ബാക്കി പറഞ്ഞ നെഗറ്റീവ് പറയുന്ന ആൾക്കാരും അതിന്റെ പുറകെ പോകും, നമ്മളെയൊക്കെ അങ്ങ് മറക്കും. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ. എന്നാലും ഈ 100 ദിവസം കൊണ്ട് ചേച്ചിയുടെ മനസ്സിൽ എപ്പോഴും ചേർത്ത് പിടിക്കാൻ പറ്റിയ ഒരാളെങ്കിലും ബിഗ് ബോസ് എല്ലാവരും 25 പേരിൽ 24 പേരും എല്ലാവർക്കും നല്ല ക്വാളിറ്റീസ് ഉണ്ട് കേട്ടോ. ഉള്ള കാര്യം പറയാലോ, എല്ലാം നല്ല ആൾക്കാർ, ശുദ്ധരാണ്, എല്ലാവരുടെ ഉള്ളിൽ നല്ല നന്മയുള്ളതാണ്. അത് ഏതൊരു മനുഷ്യന്റെ എടുത്താലും അങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജയിക്കണമെന്ന് വേണ്ടി വരുന്നത്, അപ്പൊ ജയിക്കാൻ വേണ്ടി അവരെന്തും കാണിക്കും, അത്രേ ഉള്ളൂ. ഇതില് റണ്ണറപ്പായ നമ്മുടെ അനീഷേട്ടനെ പറ്റി അനീഷേട്ടന് ആദ്യം തന്നെ ആശംസകൾ അറിയിക്കാം കേട്ടോ. റണ്ണറപ്പ് നേടിയ അനീഷേട്ടൻ അതെ സ്ട്രഗിൾ ചെയ്ത് ഫൈറ്റ് ചെയ്ത് ഇവിടെ എത്തിയതിൽ നല്ലൊരു ഗെയിമറാണ് പുള്ളി. അപ്പൊ പുള്ളിക്ക് എന്റെ എല്ലാവിധ ആശംസകളും. അതെ, അതൊക്കെ എങ്ങനെ കാണുന്നു? അത് ഗെയിമിന്റെ ഭാഗമായിട്ട് ഞാൻ കാണാം. അങ്ങനല്ല, ഗെയിമിന്റെ ഭാഗമാണ്. വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട് എല്ലാവരിൽ നിന്നും, എല്ലാം ഞാൻ അവിടെ നിന്ന് എല്ലാം എന്താ പറയണ്ടേ, അതെ അത്രേ ഉള്ളൂ. ബാക്കി ഇന്റർവ്യൂ പിന്നെ കുറെ കാര്യങ്ങൾ ഫ്ലാഷിയെ പറ്റി അടുത്ത എപ്പിസോഡ് എല്ലാം കൂടെ ഒരുമിച്ച് നിനക്ക് സിനിമയാക്കാനാ. പറ്റി എന്താ പറയുക? മതി